രാഹുൽ, ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർ, ഉറ്റവരെ നഷ്ടപ്പെട്ടവർ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തി. നേരത്തെ രാഹുൽ അവരോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ഇപ്പോഴും അവിടെ നല്ല പോളിംഗ് ഉണ്ടോ? എന്താണ് അവിടുത്തെ കാഴ്ച? അഭിലാഷ്, വയനാട് മണ്ഡലത്തിൽ പൊതുവെ പോളിംഗ് മന്ദഗതിയിലാണ്. ഇതുവരെ 1.5-യുടെ കണക്ക് പ്രകാരം 40.64% മാത്രമാണ് പോളിംഗ്. ഭൂരിപക്ഷം 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും മുകളിലേക്ക് എത്തിക്കുമെന്ന് UDF ഒരു അവകാശവാദമൊക്കെ ഉന്നയിച്ചിരുന്നുവെങ്കിൽ പോലും ആ വിധത്തിലല്ല പോളിംഗ് നടക്കുന്നതെന്നതാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ ചൂരൽമലയിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ബൂത്തിന് മുമ്പിൽ നിന്നുള്ള കാഴ്ചകളാണ്. മുറിവേറ്റ മണ്ണാണ്, മുറിവേറ്റ മനസ്സുകളാണ്. വോട്ട് വണ്ടിയിലാണ് ദുരന്തബാധിതർ വോട്ട് ചെയ്യുന്നതിനായി ബൂത്തിലേക്ക് വന്നത്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരികെ വന്ന ആളുകളാണ് കൂടുതൽ പേരും. അവർക്ക് വോട്ട് ചെയ്യുക എന്നതിനൊപ്പം തന്നെ ദീർഘനാളുകൾക്ക് ശേഷം ഒരുമിച്ച് കണ്ടുമുട്ടാനുള്ളൊരു വേദി കൂടി ആയി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് മാറിയെന്നതാണ്. ഏതായാലും കൽപ്പറ്റ മണ്ഡലത്തിൽ ഇപ്പോൾ 41.11% മാത്രമേ പോളിംഗ് വന്നിട്ടുള്ളൂ എന്നതാണ്. കഴിഞ്ഞ തവണത്തെ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് വരണമെങ്കിൽ ഉച്ചതിരിഞ്ഞ് ഊർജിതമായ ഒരു വോട്ടിംഗ് വേണം എന്നതാണ് പൊതുവെയുള്ള സ്ഥിതി. ചേച്ചി, ദുരന്തബാധിതരല്ലേ, എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്? എങ്ങനെയാ? വോട്ട് വണ്ടിയിൽ വന്നാണോ? വോട്ട് വണ്ടിയിൽ വന്നാണ്. ഉരുളൂട്ടി സ്ഥലത്ത് നിന്ന് വന്നു തന്നെയാണ്. വോട്ട് ചെയ്യാൻ വേണ്ടി സ്വന്തം മണ്ണിലേക്ക് വീണ്ടും അല്ലേ? വീണ്ടും വന്നു. വരാതിരിക്കാൻ വഴിയില്ലല്ലോ. എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങൾ മേപ്പാടി പഞ്ചായത്തിൻ്റെ അടുത്ത് വാടകയ്ക്ക് ഇരിക്കുന്നു. 8000 രൂപ വാടക കൊടുത്തിരിക്കുന്നു. കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? വാടക ഈ മാസം വരെ കിട്ടി. ഇങ്ങനത്തെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ഗവൺമെൻറ് തരുന്നതല്ലേ. കിട്ടിയാൽ കിട്ടി, കിട്ടില്ല. വീണ്ടും വരുമ്പോൾ നമ്മുടെ അയൽക്കാരെയൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്. ചേച്ചി, അന്ന് ഇവിടുന്ന് പോയതിന് ശേഷം ഇന്നാണോ വരുന്നത്? അന്നാണ് വരുന്നത് ചൂരമലയ്ക്ക്. ഞങ്ങൾ കാരാപ്പുഴ താമസം, കോട്ടേഴ്സ്, ഗവൺമെൻറ് കോട്ടേഴ്സ്. ഇപ്പം എല്ലാവരെയും കണ്ടപ്പോൾ ഒരു സന്തോഷമായി. എല്ലാവരെയും കണ്ടുമുട്ടി. സന്തോഷവും സങ്കടവും അങ്ങനെ എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ? സന്തോഷവും സങ്കടവുമായി. ഓക്കെ സാർ. ചേച്ചി, നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഓക്കെ സാർ. കായൽപ്പറ്റ. വാടകയ്ക്കാണോ? വാടകയ്ക്ക്. അന്ന് പോയതിന് ശേഷം ഇന്നാണോ വീണ്ടും ഇങ്ങോട്ട് വരുന്നത്? ഇല്ല, ഇടയ്ക്ക് ഞങ്ങളൊരു സംഗമം വെച്ചിന് സ്കൂൾ റോഡ്. അന്ന് വന്നിട്ടുണ്ടായി. ഇപ്പോൾ വോട്ട് കഴിഞ്ഞിട്ട് നമ്മളെ വീടുണ്ടായ സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ടോ? പോണമെന്നുണ്ട്. വിഷമമാണ് അങ്ങോട്ട് പോകാനും. കുറേ ആൾക്കാർ പോയില്ലേ, നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ പോയല്ലേ. ബാക്കിയായിട്ട് എന്തെങ്കിലും ഉണ്ടോ? വീടോ അങ്ങനെ എന്തെങ്കിലും? ആ, ഇവിടെ ഉണ്ട്. വീടൊക്കെ കുറേ ആൾക്കാരുണ്ട്. ഏതായാലും അഭിലാഷ്, ഈ വിധത്തിലാണ് അവരുടെ പ്രതികരണങ്ങളും. സ്വന്തം മണ്ണിലേക്ക് ഈ വിധത്തിൽ മുറിവേറ്റ മനസ്സുമായി വരുമ്പോൾ ഇത്രയും സങ്കടമുണ്ട്. പക്ഷേ ആളുകളെ, അയൽക്കാരൊക്കെയായി വർഷങ്ങളോളം ജീവിച്ചവരെ വീണ്ടും കണ്ടുമുട്ടുന്നതിനുള്ള സന്തോഷവുമുണ്ട്. KSRTCയുടെ വോട്ട് വണ്ടിയിലാണ് ഇവരെ ഈ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇത് പുനരധിവാസ പദ്ധതി എന്തായി എന്നുകൂടിയാണ് അറിയേണ്ടുന്നത്. എന്തായാലും ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വയനാട് മണ്ഡലത്തിൽ പൊതുവെ പോളിംഗ് മന്ദഗതിയിലാണ് എന്നതുകൂടിയാണ്. വയനാട് മണ്ഡലത്തിൽ പോളിംഗ് മന്ദഗതിയിലാണ്. ചൂരൽമലക്കാർ ആ വലിയ ദുരന്തത്തെ അതിജീവിച്ചതിന് ശേഷവും വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ സമയം 1:45 എത്തുമ്പോൾ ഇതുവരെയുള്ള പോളിംഗ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ വയനാട് 39 എത്തുന്നു. ചേലക്കരയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 43 എത്തുന്നു. അല്പം മന്ദഗതിയിലാണ് വയനാട്. ജനങ്ങളുടെ പ്രതികരണം ഉച്ചയോടെ എടുക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് എന്തെങ്കിലും ചടുലമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചേലക്കര നല്ല രീതിയിൽ 9 പഞ്ചായത്തുകളും പോളിംഗ് പുരോഗമിക്കുന്നു. ജനങ്ങളുടെ പ്രതികരണമൊക്കെയാണ് നമ്മൾ